സെൽഫ് കൺട്രോൾ നമുക്ക് സാധ്യമാകും. If we do that, then we can get a hold upon our self control. രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കേണ്ട ഒരു ഉടമ്പടിയാണ്. The second thing is a covenant that we need to make in our lives. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, നമ്മുടെ വാക്കുകളിൽ അനുഗ്രഹവും ശാപവും ഇരിക്കുന്നു എന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. The word of God says that blessing and curse is on the tip of our tongues. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ തീരുമാനങ്ങൾക്കും ദൈവം അതുപോലെ ഒരു മാന്യത കൽപ്പിക്കുന്നുണ്ട്. That means what I'm trying to say is God honors our words and the decisions that we make. ഹല്ലേലൂയ. അവിടെ നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയും. ബൈബിൾ പരിശോധിച്ചപ്പോൾ ഒരു വാക്യം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. When I was searching the scriptures, I came upon a verse that really touched my heart and drew me towards it. ജോബിന്റെ പുസ്തകം, The book of Job, 31 അധ്യായത്തിന്റെ 1 വാക്യം നമ്മെ വളരെയധികം എൻകറേജ് ചെയ്യുന്ന ഒരു വാക്യമാണ്. Chapter 31 and verse 1. This is a very encouraging and uplifting verse. ഒന്ന് വായിക്കാമോ? I have made a covenant with my eyes. With my eyes. How then could I gaze at a virgin? കണ്ടോ, ഇവിടെ ജോബ് ഇങ്ങനെയാണ് പറയുന്നത്. This is what Job is trying to say. ഞാൻ എന്റെ കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു യൗവനയുക്തയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ എങ്ങനെ ലസ്റ്റ്ഫുൾ ആയിട്ട് നോക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Job says, I have made a covenant with my eyes. How then can I look at a young woman? ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുമായി നമുക്കൊരു ഉടമ്പടി ചെയ്യേണ്ടതുണ്ട്. We need to make a covenant with our eyes. ഇന്ന് ലോകത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഒത്തിരി പേർ ആകർഷിക്കുവാനും വ്യഭിചാര ചിന്തയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ഒത്തിരി ചിത്രങ്ങൾ, ഒത്തിരി കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. When we look at today's world and especially the influence of social media, there is a lot of stuff out there which makes us lustful ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ which people post a lot of pictures which are very provoking and lustful. നാം നോക്കി നമ്മുടെ അനുവാദ പ്രകാരമല്ലാതെ തന്നെ ഒത്തിരി അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഒത്തിരി അത്തരത്തിലുള്ള ആപ്പുകളൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് ഓടി പ്രത്യക്ഷമാകുന്നത് കാണാൻ കഴിയും. Even without our permission, we find that many vulgar pictures just pop up. മാത്രമല്ല, പല സിനിമാ നടികളും തങ്ങളുടെ ശരീര പ്രദർശനങ്ങൾ നടത്തി തങ്ങളുടെ ഈ സിനിമാ ലോകത്തുള്ള തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ഒരു പോരാട്ടം നടത്തുന്നതായി കാണാൻ കഴിയും. And we find that many celebrities, many cinema stars, even in this lockdown, they are taking revealing pictures of themselves and very provoking pictures of themselves and posting it on social media. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ദൈവഭക്തരായ മനുഷ്യർ തങ്ങളുടെ കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യേണ്ടത് അനിവാര്യമാണ്. What I'm saying is the people of God need to make a covenant with their eyes. അല്ലെങ്കിൽ അപകടത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്. Or there is a great danger lying ahead of us. നമുക്കൊരു വാക്യം വിശുദ്ധനായ പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 10 അധ്യായം അതിന്റെ 13 വാക്യം വായിക്കാം. Let's read another verse, 1 Corinthians chapter 10 and verse 13. ഒന്ന് വായിക്കാമോ? No temptation has overtaken you that is not common to man. God is faithful, and He will not let you be tempted beyond your ability. But with the temptation, He will also provide the way of escape, that you may be able to endure it. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവത്തിന്റെ വചനമാണ്. This is a very blessed verse for us. കാരണം വിശുദ്ധനായ പൗലോസ് പറയാണ്, ഒരു സാധാരണ മനുഷ്യന് ഇങ്ങനെ ഉള്ള സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പ്രലോഭനങ്ങൾ ഉളവാകാൻ സാധ്യതയുണ്ട്. Because St. Paul tells us here that maybe there are chances where
we may face temptations which provoke us to lose our self-control. പക്ഷേ ദൈവമെല്ലാം അറിയുന്നുണ്ട്. But he says that God knows everything. ദൈവം ഒരു മനുഷ്യൻ പരാജയപ്പെടാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു പ്രലോഭനം അനുവദിക്കുകയുമില്ല. And God never allows us to be tested more than we can endure. മാത്രമല്ല ദൈവത്തിന്റെ വചനം പറയുന്നു ആ പ്രലോഭനത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗം കൂടി, ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള മാർഗം കൂടി ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ടെന്നാ പറയുന്നത്. And not only that, when we are faced with such kind of temptation, God always provides a way for us to escape from it. അതുകൊണ്ട് ഇതെന്റെ ബലഹീനതയാണ്, ഇതെനിക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്, ഇതിൽ ഞാനൊരു പരാജിതനാണ് എന്ന് പറഞ്ഞൊരു എക്സ്ക്യൂസ് ഒരാൾക്കും പറയാൻ സാധ്യമല്ല എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നുണ്ട്. So the word of God is saying no man has any excuse, and he cannot say that I am weak and so I just did it or I just fell into it. കാരണം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം, അതിന്റെ മലയാളത്തിൽ നിന്ന് മാത്യു ഒന്ന് വായിക്കാമോ? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16. Let's also turn to Galatians chapter 5 verse 16. verse 16. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. This is what is written. I say then, walk in the spirit and you will not fulfill the lust of the flesh. ഇവിടെ പൗലോസ് മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ആത്മാവിന്റെ ആഗ്രഹങ്ങൾ ശരീരത്തിന്റെ ജഡത്തിന്റെ ആഗ്രഹങ്ങൾക്ക് എതിരാണെന്ന് പറയുന്ന ഒരു മറ്റു ഭാഗമുണ്ട്. Saint Paul says that the desires of the flesh are against the desires of the spirit. ആളത് സമ്മതിക്കുക, അങ്ങനെ ഒരു വലിയ പ്രശ്നം മനുഷ്യൻ നേരിടുന്നുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുക. He clearly states that yes, definitely man faces such kind of a situation. ഒരു വലിയ യുദ്ധത്തിന്റെ ഉള്ളിലാണ് ഒരു ആത്മീയൻ. That the spiritual man is in the midst of a war of such feelings. പക്ഷേ ഇവിടെ മാത്യു വായിച്ചത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത് ആത്മാവിനനുസരിച്ച് നടന്നാൽ ജഡത്തിന്റെ ആഗ്രഹം നിവർത്തിക്കുകയില്ല. But this is what Matthew just read, that when we walk in the spirit, we will not fulfill the desires of the flesh. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. Let's return to another portion of scripture. റോമാലേഖനം The book of Romans chapter 12 and verse 2. And do not be conformed to this world, but be transformed by the renewing of your mind, that you may prove what is good and acceptable and perfect will of God. നമുക്ക് ലോകത്തിന്റെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും ഒരു കാര്യം പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. We need to prove something before God and before man. നാം പ്രൂവ് ചെയ്യേണ്ടത് നാം ദൈവത്തെ അനുസരിച്ച് ദൈവഹിത പ്രകാരം നടക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്ന് നാം പ്രൂവ് ചെയ്യണം. What we need to prove is that we can walk before God in God's ways. പക്ഷെ അതിനൊരു മാർഗമുണ്ട്. But there is a way for it. എങ്ങനെ നടന്നാൽ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. We cannot prove it by walking as we like. എന്തിനോട് കോംപ്രമൈസ് ചെയ്താൽ നമുക്കത് സാധ്യമല്ല. By compromising with the things of the world, this is not possible. അതിന് വേണ്ട ഒന്നാണ് വേർപാട് എന്ന് പറയുന്നത്. That is why separation from the world is required to walk in God's ways. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വിശുദ്ധി എന്ന് പറയുന്നത് തന്നെ കോൺസെക്രേഷൻ ഓഫ് എ പേഴ്സൺ ടുവേർഡ്സ് ലോർഡ് എന്നാണ്. So in other words, holiness itself means consecrating ourselves or setting apart ourselves from the world for the Lord. അതിനെന്ത് ചെയ്യണമെന്നാ ഈ റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്. And that is what this verse tells us what to do and how to do it. എന്ന് പറഞ്ഞാൽ ഈ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നതായിരിക്കുന്ന അനേക അനുഭവങ്ങളുടെ വികാരങ്ങളുടെ കാറ്റുകൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും അടിക്കും. We may face many situations, we may have many experiences that may make us lose our self-control. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത്തരം കാര്യങ്ങളിൽ അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അങ്ങനെ So this word of God says that
we have to quickly not conform to the ways of the world, but renew our minds as quickly as possible. ആൾക്കാർ പറയുന്നു നിങ്ങൾ രൂപക്കൂട്ടിരിക്കുന്ന പുണ്യവാളനൊന്നുമല്ല, നമ്മൾ ആരും പുണ്യവാളന്മാരല്ല. Some people may point out that are you saints to be able to live like this? None of us are. പക്ഷേ ഇവിടെ നമ്മെ സംബന്ധിച്ച് പൗലോസ് പറയുന്നത് നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം, അഥവാ we have to repent always. But here Saint Paul says that we need to renew our minds. That means we need to repent daily and always. അപ്പോഴാണ് ഒരു മനുഷ്യന് സെൽഫ് കൺട്രോളിലേക്ക് വരിക. Then we will be able to gain self-control. അപ്പോഴാണ് ദൈവത്തിന്റെ ഹിതം നമ്മൾ അറിയാൻ കഴിയുക. Then we will be able to know the will of God in our lives. അപ്പോഴാണ് നമുക്ക് ദൈവത്തെ ശരിയായിട്ട് ആരാധിക്കാൻ പറ്റുക. Then we will be able to worship God in the true way that He desires us to worship Him. ഹല്ലേലൂയ. Hallelujah. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. സങ്കീർത്തനം 119 സങ്കീർത്തനം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. Let's read another verse. Psalms 119 9 to 11 verses 9 to 11. വായിക്കാം. How can a young man keep his way pure? By guarding it according to your word. With my whole heart I seek you. Let me not wander from your commandments. I have stored up your word in my heart that I might not sin against you. ഇവിടെ 119 സങ്കീർത്തനം, അത് നീണ്ട സങ്കീർത്തനമാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. Psalm 119 is a very long psalm, but in this particular verses what it says is, അതിൽ പറയുന്നത് ഒരു മനുഷ്യൻ ആ ദൈവം ആഗ്രഹിക്കുന്ന നേർവീതിയിലൂടെ നടക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം വളരെയധികം ഹൃദയസ്ഥമാക്കണമെന്ന്. it says here that if a man wants to walk in God's ways, then he has to pay careful heed. He has to heed the word of God. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ അവൻ നിലനിൽക്കണം. In other words, he has to abide in the word of God. ദൈവവചനത്തെ വിശ്വസിക്കാത്ത ഒരു വ്യക്തി സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരു വ്യക്തിയായി മാറാൻ സാധ്യതയുണ്ട്. So a person who does not abide in the word of God, doesn't believe in the word of God, will definitely സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ട് lose his self control or will not be able to control himself. അപ്പോൾ ദൈവവചനത്തിന് സെൽഫ് കൺട്രോൾ നിലനിർത്താനായിട്ട് വളരെ വലിയതായ ഒരു സ്ഥാനമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. So the word of God here plays a very significant role, a very important role in helping us to have self-control. അവസാനത്തെ വാക്യം പറയാൻ ആഗ്രഹിക്കുന്നത് റോമാലേഖനം 7-ാം അധ്യായം 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. മാത്യു ഒന്ന് വായിക്കാമോ? Now let's read another verse in conclusion. Romans chapter 7 verses 24 and 25. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനു അധീനമായ ശരീരത്തിൽ നിന്ന്, ഈ മരണത്തിന് അധീനമായിരിക്കുന്ന ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വിശുദ്ധനായ പൗലോസ് പറയുന്ന ഒരു വാക്യമാണ് നാം വായിച്ചു കേട്ടത്. This is what the verses, this is how it reads. O wretched man that I am, who will deliver me from this body of death? I thank God through Jesus Christ our Lord. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മുഖേന മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ ഒരു വിജയം കിട്ടുകയുള്ളൂ. Here these verses point out that it is only through faith in the Lord Jesus Christ that we can gain victory over our lack of self-control. അപ്പോൾ 7 വാക്യങ്ങളാണ് നാം ഇവിടെ പരിശോധിച്ചത്. So we have looked at 7 verses of scripture. നമ്മൾ നോക്കിയത് ഫീലിംഗ്സ് ആരംഭിക്കുന്ന ഹൃദയത്തിലാണ്, അവിടെയാണ് മാറ്റം വരേണ്ടത്. We have seen that feelings start in the heart, and that is where the change needs to come. നമ്മുടെ കണ്ണുമായിട്ട് നമുക്ക് ഒരു ഉടമ്പടി ചെയ്യണം. We need to make a covenant with our eyes. അങ്ങനെ നമ്മൾ വായിച്ചു പോകുവാനായിട്ട് ഇടയായി. And as we went through all those points, ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയുവാനുണ്ട്. and this is what I want to conclude by saying, എങ്ങനെ ഒരു ഈ വിഷയത്തിൽ ഒരു പരാജിതനായ വ്യക്തിക്ക് എങ്ങനെ വിജയം വരിക്കാൻ കഴിയും? how can we gain victory or overcome this lack of self-control? ഒന്നാമത്തെ കാര്യം, നാം
നമ്മുടെ ആ പ്രശ്നത്തെ നാം എന്ത് ചെയ്യണം? അഡ്മിറ്റ് ചെയ്യണം. The first thing is we have to admit that we have such a problem or issue in our lives. ചിലർക്ക് സെക്ഷൽ ഇമ്മോറാലിറ്റി ആയിരിക്കാം. That we have no self-control over sexual relationships or such things. ചിലര് ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കാം. Some people may be short-tempered. ചില ആൾക്കാർ ചില അഡിക്ഷൻസ്, ഡ്രഗ് അഡിക്ഷൻസോ അല്ലെങ്കിൽ ആൽക്കഹോളിക് അഡിക്ഷൻസോ ഉള്ളവരായിരിക്കാം. Some people may be having various kinds of addictions. ചില ഹോബികളോടുള്ള അഡിക്ഷൻ Or ഉള്ളവരായിരിക്കാം. it may be an addiction to certain kind of hobbies. ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, we have to admit our problem. And the way to overcome all this, the way to get victory over this is, the first step is to admit that we have such a lack of self-control ഞാൻ എന്റെ over these things. കുറവിന് മറ്റൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും എനിക്ക് വിജയം വരിക്കാൻ കഴിയില്ല. If we keep blaming another person for my lack of self-control, if I keep blaming somebody else, and I'll never gain victory over this, or I'll never be able to overcome my own self-control. ഭാര്യ കുറ്റം പറഞ്ഞിട്ട് വ്യഭിചാരികളായി നടക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. There are many men who keep blaming their wives for them walking in sexual immorality. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, we have to admit our problem. So the first thing is we need to admit and confess our problems. ഞാനിത് പറയാൻ കാരണം സാഹചര്യങ്ങളെ കുറ്റം പറയുകയല്ല, നാം തന്നെ ആ കുറ്റം ഏറ്റെടുക്കണമെന്ന് യാക്കോബിന്റെ ലേഖനം 1:14 പറയുന്നുണ്ട്. What I'm saying is we cannot blame the situations, but we need to take responsibility for the situations that we are in. മാത്രമല്ല ബൈബിൾ നമ്മളെ ഉപദേശിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. And the Bible also teaches us another thing. ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് നാം നിരാശപ്പെടരുത് എന്ന് ബൈബിൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. We need not continually think of the sin മാത്രമല്ല പരാജയം, or the failures that we have in our lives. Continually think about it and go into depression. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റ് ടെൻസിന്, നമ്മുടെ പാസ്റ്റ് ആയിരിക്കുന്ന കാര്യത്തെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, അതിനെ തള്ളിക്കളയണമെന്ന ബൈബിൾ പറയുന്നത്. The Bible says that we need not ponder and keep on thinking about the past things and the past failures, but we need to move on. We need to repent and move on. ഫിലിപ്പിയ ലേഖനം 3:14-15 അതാ പറഞ്ഞിരിക്കുന്നത്. That's what it says in the book of Philippians. മാത്രമല്ല നാം നമ്മുടെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, നമ്മുടെ വിചാരങ്ങളെ നമുക്കൊരു കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാതെ അവിടെ വെച്ച് നിർത്താൻ പറ്റും. And like I said before, if we can have a control over our thoughts and feelings, then we can nip this lack of self-control in the bud. ബൈബിൾ പറയുന്നുണ്ട്, ഫിലിപ്പിയ ലേഖനം 4:13 പറയുന്നുണ്ട്, നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന്. The Bible says that definitely we can gain self-control over many things. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നാം ഒരു ഒറ്റയാൻ ജീവിതമല്ല നയിക്കേണ്ടത്. We should be accountable always. We should not lead a secluded or solitary life, but we should be accountable to someone. ഞാൻ പറയുന്നു, ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും അക്കൗണ്ടബിൾ ആകാൻ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. If we take a couple, a husband and wife, they can be accountable to each other. അതുമാത്രമല്ല, സഭയിലെ ഒരു വിശ്വാസി തങ്ങൾക്ക് വിശ്വസ്തനായിരിക്കുന്ന ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു വിശ്വസ്തനായ ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് അക്കൗണ്ടബിൾ ആകുന്നത് നല്ലതായിരിക്കും. Even in our churches, a believer can be accountable to someone who is very faithful and committed to God. He can look up to him as his mentor. ഇന്ന് അനേകർ വീണു പോകുന്നതിന്റെ കാര്യം അവർക്ക് ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ളത്. Today we find many people, leading a life of failure because they are not accountable to anyone and they just walk in their own ways. അതുകൊണ്ടാണ് പല വിധത്തിലുള്ള സെക്ഷൽ ഇമ്മോറാലിറ്റിയും അതുപോലെ തന്നെ അബദ്ധസഞ്ചാരങ്ങളൊക്കെ നടക്കുന്നത്. That's why we find so much of immorality and perversity and perverse ways. ഒരുപക്ഷെ പോകുന്ന മനുഷ്യന് അറിയാമായിരിക്കാം താൻ ചെയ്യുന്നത് തെറ്റാണെന്ന്.
most often the person who's walking this way knows that he is doing a wrong thing. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ ശക്തിയാൽ ഇതിനെ അതിജീവിക്കുമെന്ന വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. But he has no power to control it, and this is because he has no more faith in the Lord Jesus. യേശുവിന്റെ ശക്തിയിൽ, In the strength of the Lord Jesus, that God is able to give him and help him to overcome this lack of self. ദൈവത്തിന്റെ വചനം അങ്ങനെയാ പറയുന്നത്, നമ്മെ ശക്തനാക്കുന്ന മുഖാന്തരം നാം സകലത്തിലും. But we read in the Word of God, it says, I can do all things through Christ Jesus who strengthens me. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലത്തിൽ അതിൽ അന്തർലീനമായിരിക്കുന്ന ഒന്നത്രേ സെൽഫ് കൺട്രോൾ. Self-control is a very important segment of the fruit of the Spirit. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. This is what we can understand. നാം മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വന്നാൽ പരിശുദ്ധാത്മാവിന്റെ ആ ദാനം നമുക്ക് ലഭിക്കും. If we repent and turn and come to the Lord, then we will get this gift of the Holy Spirit. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആ പരിശുദ്ധാത്മാവിന്റെ ഫലം ഉളവാകുന്ന നമുക്ക് സെൽഫ് കൺട്രോൾ സാധ്യമാകും. And then we will be able to bear this fruit of the self-control. അപ്പോൾ നാം ഈ പ്രോവർബിൽ ഒരു വാക്യം പറയുന്നുണ്ട്, സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരു വാരിയറിനേക്കാൾ നല്ലതാണ് സെൽഫ് കൺട്രോൾ ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നുണ്ട്. We find in the Word of God in the book of Proverbs, it says a man, a normal individual with self-control is better than a warrior with no self-control. ഇത് മാത്രമല്ല, അതിന്റെ 25-ാം അധ്യായം 28-ാം വാക്യം പറയുന്നത് സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒരു ഫെൻസൊക്കെ മതിലൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുന്ന, ഇടിഞ്ഞു കിടക്കുന്ന ഒരു നഗരത്തെ പോലെയാണ്. And it also says a man without self-control is like a city with broken walls. കാരണം തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അതിന് 2 തിമോത്തി 2:22 തീത്തോസിന്റെ 1:8 പൗലോസ് സെൽഫ് കൺട്രോളോടുകൂടി ജീവിക്കാൻ ഈ 2 യങ്സ്റ്റേഴ്സിനെ ഉപദേശിക്കുന്നുണ്ട്. We find Saint Paul 2 Timothy 2:22 in 2 Timothy 2:22 and Titus 1:8. chapter 1 verse 8. He advises them and encourages them to live with self-control. അതുകൊണ്ട് നമുക്ക് സക്സസ്ഫുൾ ആയിരിക്കുന്ന ഒരു ലൈഫ് തീർച്ചയായും സാധ്യമാണ്. So we definitely can have a successful life with self-control over many things. അതിന് കർത്താവ് നമ്മെ സഹായിക്കും. The Lord will help us and strengthen us. കർത്താവിന്റെ വചനം നമ്മെ സഹായിക്കും. The Word of God will help us. നാം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് അത് സാധ്യമാക്കാൻ കഴിയും. The Word of God, when we abide in the Word of God, the Word of God will also help us. അതുപോലെ നമുക്ക് വേണ്ടി ഹെൽപ്പറായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കും. And our great helper, the Holy Spirit will help us. God bless you. God bless you all.